വാണിയംകുളത്ത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. പച്ചക്കറി കട പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് നിലംപൊത്തിയത്. ആളപായമില്ല. ഇന്നുച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് സംഭവം. കടയിലുണ്ടായിരുന്ന ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മാന്നന്നൂർ റോഡിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ് തകർന്നു വീണത്. വാണിയംകുളം മാന്നന്നൂർ റോഡിനരികിലുള്ള കടയുടെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരത്ത് ഈ സൈഡിൽ നിന്ന് വിള്ളൽ കണ്ടു. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വിള്ളൽ കൂടുതൽ കണ്ടതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ അത് പൊട്ടിച്ചാടാൻ സാധ്യത ഉണ്ട്, അപ്പോൾ ഏത് നിമിഷം പൊട്ടിച്ചാടും. അതുകൊണ്ട് അതിന് മുൻകരുതൽ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നിരുന്നത്. പിന്നെ അവർ പൊട്ടിച്ചാടുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നിട്ടായിട്ട് നിങ്ങളെ പ്രാവശ്യം പൊട്ടും ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അവർ മാറി പരമാവധി സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞത് ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞു. ആളപായല്ലാതെ ഇത് അവസാനിക്കും. സംഭവ സമയത്ത് കടയ്ക്കുള്ളിൽ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പൊട്ടിവീഴുന്ന ശബ്ദം കേട്ടതോടെ ജീവനക്കാർ മാറി നിന്നു. ഇതോടെ വലിയ അപകടം ഒഴിവായി. കെട്ടിടത്തിന്റെ ശേഷിച്ച ഭാഗങ്ങളും നിലംപൊത്താറായ അവസ്ഥയിലാണ്. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ അടിയന്തരമായ അവശിഷ്ട ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വില്ലേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാണിയംകുളം ടൗണിൽ ഏറെക്കാലം പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അത് ഇടിഞ്ഞു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അപകടം പരിക്കൊന്നും പറ്റിയിട്ടില്ല. അത് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കാൻ ആവശ്യമായ നിർദ്ദേശം പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വാണിയംകുളം TRK ഹൈസ്കൂളിലേക്കുള്ള വഴിയാണിത്. ഇതിലെയാണ് കുട്ടികൾ നടന്നു വരിക. ഈ സാഹചര്യത്തിലാണ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടേതാണ് കെട്ടിടം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.